ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ദേവിയുടെ ശരീരത്തിൽ നിന്ന് അതിഭീഷണയായ അത്യുഗ്രമായ ചണ്ഡികാശക്തി ഉണ്ടായി എന്നും അപ്പോൾ അനേകം കുറുനരികളൊക്കെ ഓരിയിട്ടു എന്നൊക്കെ പറഞ്ഞാണ് നിർത്തിയത് അല്ലേ. തതോ ദേവി ശരീരാത്തു വിനിഷ്ക്രാന്താതിഭീഷണ ചണ്ഡികാശക്തിരത്യുഗ്ര ശിവാശതനിനാദിനി എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി അന്ന് അതിൻ്റെ ബാക്കിയാണ്. അപ്പം 23 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. സാചാഹധൂമ്രജടിലം ഈശാനാമപരാജിത ദൂതത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ചുംബ നിശുംബയോഹോ. സാ എന്ന് പറഞ്ഞാൽ അവൾ. ച ആഹ ചാഹ പറഞ്ഞു. ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അവൾ പറഞ്ഞു. ധൂമ്രജഡിലം. ധൂമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പിച്ച കളറ് അല്ലെങ്കിൽ ചുവന്നത്. ജഡിലം എന്ന് പറഞ്ഞാൽ ജട, ചെമ്പിച്ച ജടയുള്ള. ഈശാനം, ഈശാനൻ, മഹാദേവൻ. അപരാജിത, അത് ദേവിയുടെ പേരാണ്, ചണ്ഡികാദേവിയുടെ പേരാണ് അപരാജിത. ദൂത ത്വം ഗച്ഛ ഭഗവൻ. ഭഗവൻ എന്നും ദൂത എന്നും ഭഗവാനെയാണ് സംബോധന ചെയ്യുന്നത്. ഒരു വീരഭദ്രമൂർത്തി ദേവി സമീപത്തിൽ വന്ന് പുറപ്പെട്ടാലും അസുരന്മാരെ വേഗം കൊന്നൊടുക്കിയാലും എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആ വീരഭദ്ര മൂർത്തിയോട് ദേവി പറയുന്നതാണ്, അങ്ങ് എൻ്റെ ദൂതനായി ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോയാലും എന്ന്. പാർശ്വം ശുംഭനിശുംഭയോഹോ. ത്വം ഗച്ഛ ഭഗവൻ ദൂത. ത്വം ഗച്ഛ അങ്ങ് പോയാലും, എൻ്റെ ദൂതനായിട്ട് അങ്ങ് പോയാലും. എങ്ങോട്ട്? ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക്. ശുംഭനിശുംഭയോഹോ പാർശ്വം എന്ന് പറഞ്ഞു. ഇനി ബ്രൂഹി ശുംഭം നിശുംഭം ച ദാനവാവധിഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാഹ. ബ്രൂഹി ശുംഭം നിശുംഭം ച. ശുംഭനോടും നിശുംഭനോടും ദാനവൗ അധിഗർവിതൗ. ദാനവൗ അധിഗർവിതൗ. ഔ പ്ലസ് ആ വായായി മാറും. ദാനവാവധിഗർവിതൗ എന്ന് വായിക്കുമ്പോൾ രണ്ട് പേര്, ശുംഭനെയും നിശുംഭനെയും ആണ് അങ്ങനെ പറഞ്ഞത്. ഏ ചാ അന്യേ, ഏതൊരുവർ അന്യരായിട്ട്. ദാനവാസ് തത്ര. തത്ര അവിടെ. അവിടെ അന്യന്മാരായിട്ട് ഇനി ഏതെങ്കിലും അസുരന്മാർ, ദാനവന്മാരെന്ന് ഇവിടെ പറഞ്ഞ അസുരന്മാർ യുദ്ധായ സമുപസ്ഥിത, യുദ്ധത്തിനായിക്കൊണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരോടും എന്നാണ്. അവരോടും പറഞ്ഞാലും. ബ്രൂഹി അങ്ങ് പറഞ്ഞാലും. ത്വം എന്ന ഇത് ത്വം ബ്രൂഹി. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വന്നാലോ അഹം ബ്രവീമി എന്ന് വരും. അഹം ബ്രവീമി ത്വം ബ്രൂഹി അങ്ങ് പറഞ്ഞാലും. അപ്പം ഈ രണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നിച്ച്. സാ ചാഹധൂമ്രജടിലം ഈശാനാമപരാജിത ദൂത ത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ശുംഭനിശുംഭയോഹോ. ബ്രൂഹി ശുംഭം നിശുംഭം ച ദാനവാവധിഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാഹ.
ആ ചണ്ഡികാശക്തി വീരഭദ്രമൂർത്തിയോട് അരുളി ചെയ്യുന്നു, ഹേ ഭഗവൻ, അവിടുന്ന് ശുംഭനിശുംഭന്മാരുടെ സമീപം വരെ എൻ്റെ ദൂതനായി പോയാലും, ഗച്ഛ ത്വം ഗച്ഛ, അങ്ങ് പോയാലും, അതിഗർവിതന്മാരായ അവരോട് യുദ്ധത്തിനായി വന്നിരിക്കുന്ന മറ്റുള്ള അസുരന്മാരും കേൾക്കത്തക്കവണ്ണം ഞാൻ പറയുന്നത് പോലെ തന്നെ അവിടെ ചെന്ന് പറയുക എന്നാണ് ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞത്. അഥവാ അല്ലയോ ദൂത, അല്ലയോ ഭഗവൻ, ഭഗങ്ങളെല്ലാം തികഞ്ഞവനെ ഭഗവാനെ, അങ്ങൻ്റെ ദൂതനായിട്ട് ആ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ആരൊക്കെ യുദ്ധത്തിനായിട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ കേൾക്കത്തക്കവണ്ണം ഞാൻ പറയുന്നത് പോലെ തന്നെ പറയുക, അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞ് ദൂതനായിട്ട് ഭഗവാനെ വിടുകയാണ്. ശിവനെ ദൂതനായി ദേവി വിടുവാണ്. ഇനി എന്താണ് ദേവി പറഞ്ഞു വിടുന്നതെന്നാണ് അടുത്ത ശ്ലോകത്തിൽ. ത്രൈലോക്യമിന്ദ്രോ ലഭതാം ദേവാ സന്തു ഹവിർഭുജാഹ യൂയം പ്രയാതപാതാളം യതി ജീവിതുമിച്ഛത. ത്രൈലോക്യം ഇന്ദ്രോ ലഭതാം, ത്രൈലോക്യമിന്ദ്രോ ലഭതാം ദേവാഹ സന്തു ഹവിർഭുജഃ യൂയം പ്രയാത പാതാളം യതി ജീവിതും ഇച്ഛത. അതായത് ത്രൈലോക്യം 3 ലോകങ്ങളും ഇന്ദ്രോ ലഭതം, ഇന്ദ്രന് ലഭിക്കട്ടെ. ദേവാഹ സന്തു ഹവിർഭുജഃ, ഹവിർഭുജ യജ്ഞത്തിലും ഹോമത്തിലുമൊക്കെ നമ്മൾ ഹവിസായിട്ട് നൽകുന്ന ഹോമദ്രവ്യങ്ങൾ അത് ദേവന്മാർക്ക് കിട്ടട്ടെ, ദേവന്മാർ ഭുജിക്കട്ടെ. ദേവാഹ സന്തു ഹവിർഭുജഃ, ദേവന്മാർക്ക് കിട്ടട്ടെ. യൂയം, യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ, പ്രയാത പോയാലും, നിങ്ങൾ പോയാലും എങ്ങോട്ട്? പാതാളം. ഈ അസുരന്മാരുടെ ലോകമാണ് പാതാള ലോകം. അപ്പം നിങ്ങൾ പാതാളത്തിലേക്ക് പോയാലും, അപ്പം ഇന്ദ്രന് കിട്ടേണ്ട 3 ലോകങ്ങളുടെയും ആധിപത്യം ഇന്ദ്രന് കിട്ടട്ടെ, ദേവന്മാർക്ക് കിട്ടേണ്ട ഹവിർഭുജങ്ങൾ അവർക്ക് കിട്ടട്ടെ. നിങ്ങൾ പാതാളത്തിലേക്ക് പോയാലും യതി ജീവിതും ഇച്ഛത, അഥവാ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ജീവിതും ഇച്ഛത ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യതി എങ്കിൽ, ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോയാലും. അപ്പം ഇന്ദ്രൻ്റെ പദവിയെ കൊടുത്ത് ദേവന്മാർക്ക് അവരുടെ അവകാശമൊക്കെ കൊടുത്ത് ഹവിർഭുജമൊക്കെ ഭുജിക്കാനുള്ള ഇതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോയാലും എന്ന് ദേവി പറഞ്ഞു വിടുവാണ് ശിവനോട്. ഞാനീ പറയുന്ന പോലെ തന്നെ ചെന്ന് പറയുക, അവരോട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറയാൻ പറയുകയാണ്. ത്രൈലോക്യമിന്ദ്രോ ലഭതാം ദേവ സന്തു ഹവിർഭുജഃ യൂയം പ്രയാതപാതാളം യതി ജീവിതുമിച്ഛതാം. അടുത്ത ശ്ലോകത്തിൽ ദേവി വീണ്ടും പറയുന്നു, ബലാവലേപാദഥച്ഛേത്. ഛേദ് എന്ന് പറഞ്ഞാൽ അഥവാ ബലാവലേപാദ്, ബലാബലത്തിൽ അല്ലെങ്കിൽ ബലം കൊണ്ട്, ബലമുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ, ഭവന്തോ യുദ്ധകാംക്ഷിണഃ, നിങ്ങൾക്ക് യുദ്ധം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ യുദ്ധം കാക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തദാഗച്ഛത, ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. എന്നിട്ട് ദേവി പറയുന്നു, തൃപ്യന്തവും അച്ചിവ പിശിതേനവ. പിശിതം എന്ന് പറഞ്ഞാൽ മാംസം, മച്ചിവ മത് ശിവ, എൻ്റെ ശിവകൾ, ശിവ എന്ന് പറഞ്ഞാൽ കുറുനരികൾ. അപ്പം എൻ്റെ കുറുനരികൾക്ക് നിങ്ങളുടെ മാംസം കഴിച്ച് തൃപ്തി വരട്ടെ. തൃപ്യന്തു,
തൃപ്തി വരട്ടെ, അവർ തൃപ്തരാകട്ടെ. അതായത് ബലാബലത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോര്, എൻ്റെ അടുത്തേക്ക് പോര്. എൻ്റെ കുറുനരികൾ നിങ്ങളെ ഭക്ഷിച്ച് നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് അവർ തൃപ്തരാകട്ടെ എന്ന്. അപ്പം ശിവ മത് ശിവ, എൻ്റെ കുറുനരികൾ എന്നർത്ഥം. ശിവ എന്ന ദീർഘം നിങ്ങൾ മറക്കണ്ട. ഈ പിശാച് മാംസഭുക്കുകൾ കൊക്കെ ഇങ്ങനെ അതൊക്കെ അതിനെയാണ് ഈ ശിവ എന്ന് പറയുന്നത്. അതിലെല്ലാം വരും സിംഹം ഇതൊക്കെ. പക്ഷേ ഇവിടെ കുറുനരികൾ എന്നാണ് പറഞ്ഞത്, ഈ ചെന്നായ്ക്കൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക്. എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസം കൊണ്ട് തൃപ്തരാകട്ടെ, അവർ കഴിക്കട്ടെ എന്നർത്ഥം. ബലാവലേപാതച്ചേത് ഭവന്തോ യുദ്ധകാംക്ഷിണ തദാഗച്ഛത തൃപ്യന്തു മച്ചിവ പിശിതേനവാ പിശിതം മാംസം. അപ്പോൾ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കാതെ ബലമുണ്ടെന്നുള്ള അഹങ്കാരത്തോടെ യുദ്ധകാംക്ഷികളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് തൃപ്തരായി തീരട്ടെ എന്നിങ്ങനെ ഉറക്കെ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയാനാണ് ദേവി ആജ്ഞാപിച്ചത് ശിവനോട്. അപ്പം ഭഗവാൻ എന്താ ചെയ്തതെന്ന് നോക്കാം. യഥോ നിയുക്തോ ദൗത്യേന തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തതസ ഖ്യാതിമാഗത. അപ്പം ശിവനെ ദൂതനാക്കി ദേവി വിട്ടതുകൊണ്ട് ദേവിക്കൊരു പ്രശസ്തി കിട്ടിയെന്ത്, ശിവദൂതി എന്ന പേര്. അപ്പോൾ ദേവിക്ക് ശിവദൂതി എന്നൊരു പേരുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, 10 പേരടങ്ങുന്ന ആ ദേവിയുടെ സംഘം, സപ്തമാതൃക്കളും ചണ്ഡികാദേവിയും പിന്നെ ഒരു പേരൂടെ വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അതാണ് ശിവദൂതി. അപ്പോൾ അങ്ങനെ 10 പേരാണ് പേര് കൂടിയാണ് ഈ ശുംഭനിശുംഭന്മാരെ കൊല്ലാനായിട്ട് വന്നത്. അപ്പം എങ്ങനെയുണ്ട്? യഥഹ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, എന്തെന്നാൽ നിയുക്തോ ദൗത്യേന, ദൗത്യം നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ തയാ എന്ന് പറഞ്ഞാൽ അവളാൽ, ആ ദേവിയാൽ, ആ ദേവിയാൽ ശിവ സ്വയം, ശിവനെ തന്നെ, സ്വയം തന്നെ, ശിവനെ തന്നെ ശിവദൂതി ദൂതനാക്കിയത് കൊണ്ട്, ശിവനെ ദൂതനാക്കിയത് കൊണ്ട് ദേവിക്ക് ശിവദൂതി ലോകേസ്മിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളവർ ദേവിയെ ശിവദൂതി എന്ന് തഥാ സാ ഖ്യാതിമാഗത, ദേവിക്ക് അങ്ങനെ ഒരു പേരങ്ങ് വന്നു ചേർന്നു. ഖ്യാതി എന്ന് പറഞ്ഞാൽ കീർത്തി, ആഗത വന്നു ചേർന്നു. അപ്പോൾ ദേവിക്ക് പേര് വന്നു എന്ത്, ശിവദൂതി എന്ന്. യഥോ നിയുക്തോ ദൂതത്വേ എന്ന് പറഞ്ഞാൽ ദൗത്യേനാന്ന്, ദൂതത്വം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ദൗത്യേന, ദേവി മഹാദേവനെ ദൗത്യമേൽപ്പിച്ചു, ദേവിയുടെ ദൂതനായിട്ട് അവരുടെ അടുത്തേക്ക്. അതാണ് ദൂതേന തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തതസ ഖ്യാതിമാഗത. ചണ്ഡികാദേവിയാൽ ദൂതത്വത്തിലേക്ക് ശിവൻ നിയുക്തനായതിനാൽ ദേവിയുടെ ദൂതനായി ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോയതുകൊണ്ട് ദേവിക്ക് അന്നു മുതൽ ശിവദൂതി എന്ന പേര് പ്രസിദ്ധിയായി തീർന്നു. ദേവി ശിവദൂതി എന്ന പേര് വന്നു, ശിവനെ ദൂതനായി അയച്ചതുകൊണ്ട്. അടുത്ത ശ്ലോകത്തിൽ തേപി ശ്രുത്വാ വചോ ദേവ്യാഹ സർവാഖ്യാതം മഹാസുരാഹ അമർഷാപൂരിത ജിഗ്മുഹു യത്ര കാത്യായനീ സ്ഥിതാം. തേ അപി അവരും ശ്രുത്വ, അവരെന്ന് പറഞ്ഞാൽ ആരാ?
ദൈത്യന്മാർ ശ്രുത്വ കേട്ടിട്ട് വചഹ വാക്കുകൾ ദേവ്യാഹ അവർ ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ശർവാഖ്യാതം ശിവനാൽ ആഖ്യാതം പറയപ്പെട്ടത്. അപ്പം ശിവനാൽ പറയപ്പെട്ട അതാണ് ശർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെ മഹാദേവൻ. അപ്പം ശിവനാൽ പറയപ്പെട്ട വാക്കുകൾ കേട്ടപ്പോൾ മഹാസുരന്മാർ അമർഷാപൂരിത അവർക്ക് അമർഷമുണ്ടായി, കോപമുണ്ടായി. അപ്പോൾ കോപത്തോടു കൂടി ജഗ്മുഹു പറഞ്ഞു, അല്ലെങ്കിൽ ഗമിച്ചു. എന്ത്? എത്ര കാർത്യായനി സ്ഥിത, ആ കാർത്യായനി എവിടെയാണോ വസിക്കുന്നത് അങ്ങോട്ട് ഗമിച്ചു എന്ന് പറഞ്ഞാലോ, എവിടെയാണോ കാർത്യായനി ദേവി സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് ഗമിച്ചു എന്ന്. അപ്പം ദേവി പറഞ്ഞ വാക്കുകൾ ശിവൻ അവിടെ ചെന്ന് അസുരന്മാരോട് പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ അസുരന്മാർക്ക് കോപമുണ്ടായി. എന്നിട്ട് അവർ എവിടെയാണോ ആ ദേവി വസിക്കുന്നത് അവിടേക്ക് യാത്രയായി, അവിടേക്ക് പോയി, ഗമിച്ചു എന്നർത്ഥം. തേബി ശ്രുത്വാ വചോ ദേവ്യാഹ സർവാഖ്യാതം മഹാസുരാഹ അമർഷാപൂരിത ജഗ്മുഹോ എത്ര കാത്യായനി സ്ഥിതാം. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പാൻ ആശയുണ്ടെങ്കിൽ പാതാളം നോക്കി പോകുവിൻ എന്നിങ്ങനെയുള്ള ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ആദ്യം പറഞ്ഞു വിട്ടില്ലേ. പിന്നെ ഇന്ദ്രൻ്റെ സ്ഥാനം കൊടുത്ത് ദേവന്മാർക്ക് അവരുടെ കവിർഭുജം ഭുജിക്കാനുള്ള അവകാശം കൊടുത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ദേവി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ആ മഹാസുരന്മാർ കോപാവിഷ്ടരായി തീർന്നു. അവർ കാർത്യായനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കാർത്യായനി ഇരിക്കുന്നിടത്തേക്ക് തന്നെ പുറപ്പെട്ടു. കാർത്യായന മഹർഷിയുടെ മകളായതുകൊണ്ട് കാർത്യായനി, നമ്മൾ മലയാളത്തിൽ പറയും കാർത്യായനി എന്ന്. കാർത്യായനി രണ്ടും ഒന്ന് തന്നെയാണ്. കാർത്യായനി ദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇനി മുഴുവൻ ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയാം. സാ ചാഹധൂമ്രജടിലം ഈശാനാമപരാജിത ദൂത ത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ശുംഭ നിശുംഭയോഹോ. അതായത് അതും അടുത്ത ശ്ലോകം കൂടി ഒന്നിച്ച് പറയാം. ബ്രൂഹി ശുംഭം നിശുംഭം ച ദാനവാവധിഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിത. ആ ചണ്ഡികാശക്തി വീരഭദ്രമൂർത്തിയോട് അരുളി ചെയ്യുന്നു, ഹേ ഭഗവൻ, അവിടുന്ന് ശുംഭനിശുംഭന്മാരുടെ സമീപം വരെ എൻ്റെ ദൂതനായി പോയാലും അതിഗർവിതന്മാരായ അവരോട് യുദ്ധത്തിനായി വന്നിരിക്കുന്ന മറ്റുള്ള അസുരന്മാരും കേൾക്കത്തക്കവണ്ണം പറയുകയും വേണം എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം. ത്രൈലോക്യമിന്ദ്രോ ലഭതാം ദേവാസന്തു ഹവിർഭുജഃ യൂയം പ്രയാതപാതാളം യതി ജീവിതുമിച്ഛത. നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാതാളത്തിൽ പൊയ്ക്കൊള്ളുവിൻ. ത്രൈലോക്യം ഇന്ദ്രനായി കൊടുക്കുവിൻ. ത്രൈലോക്യം 3 ലോകങ്ങളും. ദേവന്മാർക്ക് അവകാശപ്പെട്ട ഹവിർഭാഗം, യജ്ഞങ്ങളിലൊക്കെ ഇടുന്ന യജ്ഞദ്രവ്യങ്ങളാണ് ഹവിസുകൾ. അത് ആർക്കാണ് അവകാശപ്പെട്ടത്? ദേവന്മാർക്ക്. അത് കൊടുക്കുവിൻ. ദേവന്മാർക്ക് അവകാശപ്പെട്ട ഹവിർഭാഗം അവർ തന്നെ അനുഭവിക്കട്ടെ, ഭുജിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ബലാവലേപാതച്ഛേത് ഭവന്തോ യുദ്ധകാംക്ഷിണഃ തദാഗച്ഛത തൃപ്യന്തു മച്ചിവാ പിശിതേനവാ. ബലാബലത്താൽ അഥവാ ബലമുണ്ടെന്നുള്ള അഹങ്കാരത്താൽ യുദ്ധമാണ് കാക്ഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനാണ് എൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ ബലമുണ്ടെന്നുള്ള അഹങ്കാരത്തോടെ യുദ്ധം ചെയ്യാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ. എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് തൃപ്തരാകട്ടെ എന്നിങ്ങനെ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
യതോ നിയുക്തോ ദൗത്യേന തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തതസാ ഖ്യാതിമാഗത. യതഃ എന്തെന്നാൽ നിയുക്തോ ദൗത്യേന ശിവനെ തന്നെ ദൂതനാക്കിയതിനാൽ ദേവിക്ക് ശിവദൂതി എന്ന് പേര് വന്നു ഭവിച്ചു. ലോകത്തിൽ ദേവിയെ ശിവദൂതി എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് ശിവനെ ദൂതനാക്കിയതുകൊണ്ട് ദേവി അന്നു മുതൽ ലോകത്തിൽ ശിവദൂതി എന്ന പേരിൽ പ്രസിദ്ധയായി തീർന്നു. ഖ്യാതി പ്രശസ്തിയാണ്, പ്രസിദ്ധയായി തീർന്നു. തേപി ശ്രുത്വാ വചോ ദേവ്യാഹ സർവാഖ്യാതം മഹാസുരാഹ. ആഖ്യാതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത്, ശർവനാൽ പറയപ്പെട്ട എന്നർത്ഥം. അമർഷാപൂരിത ജഗ്മോ യത്ര കാത്യായനീ സ്ഥിത. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാതാളം നോക്കിപ്പോകുവിൻ എന്നിങ്ങനെയുള്ള ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ മഹാസുരന്മാർ കോപാവിഷ്ടരായി തീർന്നു. അവർ കാത്യായനി ദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഗമിച്ചു. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. സാചാഹ ധൂമ്രജടിലം ഈശാനാമപരാജിത ദൂതത്വം ഗച്ഛ ഭഗവൻ പാർശ്വം ശുംഭ നിശുംഭയോഹോ ബ്രൂഹി ശുംഭം നിശുംഭം ച ദാനവാവധിഗർവിതൗ. ദാനവൗ അതി ഔ പ്ലസ് ആ വന്നപ്പോൾ അത് വായായി മാറി. അപ്പം ദാനവാവധി. യേചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാഃ ത്രൈലോക്യമിന്ദ്രോ ലഭതാം ദേവാസന്തുഹ വിർഭുജഃ യൂയം പ്രയാതപാതാളം യതി ജീവിതുമിച്ഛതാം ബലാവലേപാതഥച്ഛേത്. ചേത് എന്ന് പറഞ്ഞാൽ അഥവാ, അങ്ങനെയല്ലെങ്കിൽ എന്നൊക്കെ അർത്ഥം. ഭവന്തോ യുദ്ധകാംക്ഷിണഃ തദാഗച്ഛത തൃപ്യന്തു. തദാഗച്ഛതു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരുക എന്നർത്ഥം, ഇങ്ങോട്ട് വന്നാലും എന്നർത്ഥം. മച്ഛിവാപിശിതേനവ. മത് ശിവ. ശിവ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ വായിക്ക് ദീർഘം വേണം. പെൺകുറുനരികളെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുറുനരികൾ. മച്ചിവ, മത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ. മച്ചിവ പിശിതേനവ. പിശിതം മാംസം. അപ്പം മാംസഭുക്കുകൾ. പിശാചെന്ന് പറയുന്നത് പിശിതം ഭക്ഷിക്കുന്നവരെയാണ് പിശാചെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാംസഭുക്കുകളായ എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസത്തെ ഭക്ഷിച്ച് തൃപ്തിയാകട്ടെ എന്നർത്ഥം. യതോ നിയുക്തോ ദൗത്യേന തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തതസാ ഖ്യാതിമാഗത. തേപി ശ്രുത്വാ വചോ ദേവ്യാഃ സർവാഖ്യാതം മഹാസുരാഃ അമർഷാപൂരിതാ ജഗ്മോ യത്ര കാത്യായനീ സ്ഥിത. ഹരിയോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ.